നമസ്കാരം. നാടോടിക്കാറ്റിൽ മോഹൻലാൽ പറയുന്നത് പോലെ കഠിനമായ വൈറൽ ഫീവർ കാരണം കുറെ ദിവസം കിടപ്പായിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു ഒരു മുഴുനീള രീതിയിൽ ഒരു വെബ് സീരീസ് കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ ശ്രീനിവാസനോട് കൊതുകാണപ്പം ചോദിക്കും, അപ്പൊ തന്റെ താടിയോ? അത് ഇതിന്റെ എന്താണ് ബാക്കി പത്രമാണ്. ഉടനെ തന്നെ ഒരു റിലീസിന് ഒരുങ്ങുകയാണ് വ്യക്തിപരമായി ഞാനും, പിന്നെ മറ്റു പല സിനിമകളും. ഈ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെബ് സീരീസിന്റെ റിവ്യൂ അല്ല. അതൊരു ഒരു വ്യക്തിപരമായിട്ടൊരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് ഓഫീസിലെ ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു മലയാളി പയ്യൻ, പുള്ളി എന്താണ് ഇങ്ങനെ ഇപ്പൊ വരുന്ന പല റിലീസുകളും തിയേറ്ററിൽ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളല്ല. അപ്പോ വളരെ ആക്സിഡന്റലി ഞാൻ പുള്ളിയുടെ അടുത്ത് നരസിംഹം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തായിരുന്നു പറയുമായിരുന്നു. അത് കണ്ട ഒരു അനുഭവം പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ ഓഫീസിൽ യാദൃശ്യമായി കണ്ടുമുട്ടി ക്യാൻറ്റീനിൽ നിന്ന് കാപ്പ് കുടിച്ചോണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. പുള്ളി ഇതിങ്ങനെ കേട്ടിട്ട്, അപ്പൊ ഇവനൊരു ഇൻസ്റ്റാ രോഗിയാണ്. റീലുകളിൽ മുഴുകി, റീലാണ് എന്റെ ജീവിതം മുഴുവനും. പേരിന് ഓഫീസിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് പുള്ളിയുടെ മാനേജർ പറഞ്ഞത്. അപ്പോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് ഒരു റീലായിട്ടൊക്കെ ചെയ്തൂടെ, വൈറലാവും. ഞാൻ പറഞ്ഞു, ഞാൻ വൈറസ് അല്ല വൈറലാവാൻ. നമ്മള് ആ ഒരു രീതിയിലല്ല. അപ്പൊ അവൻ പറഞ്ഞില്ല ചേട്ടാ, ഇത് തമാശ പറയുന്നതല്ല, എന്റെ ഒന്നും തലമുറയിൽ ഇത് പറയുന്ന ആൾക്കാർ ഈ അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ ഫാൻസ് അസോസിയേഷന്റെ പല വിഷയവും കാര്യങ്ങളും ബഹളങ്ങളും ചീത്ത വിളികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് പറയ്ക്കുന്ന രീതിയിലുള്ള യുദ്ധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചേട്ടൻ പറഞ്ഞ പോലുള്ള ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇത് കേട്ടിട്ടില്ല. ഇതിനെപ്പറ്റി ഞാൻ സീരിയസ് ആയത് കഴിഞ്ഞ ആഴ്ച എൻ്റെ വൈഫിന്റെ ഫസ്റ്റ് കസിനും കുടുംബവും ഭാര്യയും എല്ലാം വന്നിരുന്നപ്പോഴും അവർ ഇതുപോലെ മോഹൻലാൽ ഫാൻസാണ്. ഞങ്ങളിങ്ങനെ പല പഴയ സിനിമകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇത് വന്നു. അപ്പോൾ അന്നേരത്തെ ഒരു മൂഡ് വെച്ചിട്ട് ഞാനും പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു നമുക്കും ഇതുപോലുള്ള അന്നത്തെ സിനിമകളെ പറ്റി പറയുമ്പം അറിയാതെ വാചാലനായിപ്പോകും. അവരും ഇത് തന്നെ പറഞ്ഞു. ഇവര് കുറച്ചുകൂടെ പ്രായമുള്ളവരാണ്, മറ്റേ പയ്യന്റെ അത്രയും ജൂനിയർ അല്ല, പക്ഷെ ഇവരും 90s കിഡ്സ് ആണ്. അപ്പോൾ അവര് ഇതങ്ങനെ തിയേറ്ററിലൊക്കെ വരുമ്പോൾ അവർക്ക് 5-6 വയസ്സൊക്കെ മാത്രമേ ഉള്ളവരാണ്. അതാണ് ഇന്നത്തെ ഈ ബിസി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ സ്ത്രീകൾ പലപ്പോഴും സ്വന്തം ശരീരം നോക്കാൻ മറന്നു പോകുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ മരുത്തോ പഞ്ചജീരകൂടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല. വെറും 3 ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല വിസിബിൾ ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നാച്ചുറൽ പ്രൊഡക്ട്സ് കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന പേടിയും വേണ്ട. നല്ല എനർജി ഉണ്ട്, അതുപോലെ ഇമ്മ്യൂണിറ്റി കൂടി, പിന്നെ നല്ല ഷേപ്പ് കിട്ടി. ശരിക്കും ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം നമ്മളൊക്കെ 90കളിൽ സിനിമകൾ കണ്ടവര്, അല്ലെ അതിന് മുമ്പത്തെ കാലം, എൻ്റെ 90കളായിരുന്നു ടീനേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും യൂട്യൂബോ അല്ലെ പ്രൊമോയോ കാര്യങ്ങളോ ഒന്നുമില്ല. പല സിനിമകളും ഇപ്പോൾ റിലീസിന് ഇറങ്ങുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്, കുറച്ചിലതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവം ഇപ്പൊ ഇവര് പറയാൻ പറഞ്ഞത് ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ഇതിൽ കാര്യമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് പോകും. നരസിംഹം ഇറങ്ങുന്ന സിനിമ, നരസിംഹം പറയാൻ കാരണം മലയാള സിനിമയുടെ ദിശ മാറ്റിവിട്ട ഒരു സിനിമയാണത്. അതിന്റെ മേക്കേഴ്സ് ഒന്നും അത് അംഗീകരിക്കുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അതിനുശേഷമാണ് ഈ ലാർജർ ദാൻ ലൈഫ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കുറേ സിനിമകൾ വന്നത്. 90s അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ 6-ാം നമ്പരം കഴിഞ്ഞിട്ടൊപ്പം തന്നെയാണ് കന്മതം, പിന്നീട് അയാൾ കഥ എഴുതുകയാണ്, ഇങ്ങനെയുള്ള ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പോലൊക്കെയുള്ള സിനിമകൾ വന്നത്. മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ ആണെങ്കിലും അങ്ങനെ തന്നെ, സുരേഷ് ഗോപിയുടെ ആണെങ്കിലും അത് തന്നെ. ഇവരുടെയൊക്കെ ആക്ഷൻ ഇപ്പൊ ധ്രുവം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പുറകെ ആയിരപ്പുറയും അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് സിനിമകൾ വരിക, അല്ലെങ്കിൽ സ്ഫടികവും മഴയത്തും മുമ്പേയും കൂടെ ഒരുമിച്ചാണ് വന്നത്. പിന്നീട് മോഹൻലാലിന് എത്രയോ അങ്ങനത്തെ സാധാരണക്കാരായിട്ട് ഇപ്പൊ ചന്ദ്രലേഖ പോലുള്ള സിനിമകളൊക്കെ വന്നിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പറയാൻ കാര്യം, ഇത് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെല്ലാം ഇതിൽ അഡിക്റ്റഡ് ആയിപ്പോയി എന്ന്. നരസിംഹം കാണാൻ പോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പടത്തിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. റിലീസാവുന്നു, മോഹൻലാൽ ഇങ്ങനെ മീശയൊക്കെ പിരിച്ചിട്ട് നല്ല ഗ്ലാമറസ് ആയിട്ട് ഒരു ലാൻഡ് ഫോണിന്റെ റിസീവറും കൊണ്ട് ഇങ്ങനെ നിവർന്ന് കിടക്കുന്ന ഒരു പോസ്റ്റർ മാത്രമാണ് ഇതിനുള്ളത്.
ഞങ്ങളുടെ ഒരു ജൂനിയർ പയ്യൻ ഇത് ഫസ്റ്റ് ഷോ മോർണിംഗ് ഷോ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇറങ്ങി സ്കൂട്ടറിൽ ഇങ്ങനെ നിന്ന് ഞങ്ങളെല്ലാം നോക്കിയിട്ട് കാണിച്ചൊരു ആക്ഷൻ ഉണ്ട്. ചേട്ടാ ഉം, ഇങ്ങനെ കാണിച്ചൊരു ആക്ഷൻ ഒന്നും പറയാനില്ല, അവനൊന്നും മിണ്ടുന്നില്ല. ഇവന്റെ കണ്ണ് കൊണ്ട് നിറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞങ്ങള് തിരുവനന്തപുരത്ത് ശ്രീകുമാർ തിയേറ്ററിലോട്ട് ഓടി. ടിക്കറ്റിന്റെ കാര്യമൊന്നും ചിന്തിക്കുക പോലും വേണ്ട, ഇന്നത്തെ പോലെ ഓൺലൈൻ റിസർവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ചെല്ലുന്നു തിരമാല പോലെ അടിച്ച് ജനം. അത് ഈ ഫാൻസ് അസോസിയേഷൻകാരൊന്നുമല്ല, യഥാർത്ഥ ഫാൻസാണ്. ജെനുവിൻലി ഉള്ള കേരളത്തിലെ എത്ര 90-100% മോഹൻലാൽ ഫാൻസ് ആണ് അവിടെ നിൽക്കുന്നത്. ടിക്കറ്റ് കിട്ടാൻ യാതൊരു നിർവാഹമില്ല. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരന്റെ ഒരു സുഹൃത്തിന്റെ ചേട്ടനാണ് പ്രൊഡ്യൂസർ, വേറൊരു പ്രൊഡ്യൂസർ, മലയാള സിനിമകളിൽ അതിനോട് പേരും വേറൊരു സിനിമ പ്രൊഡ്യൂസർ. അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം തിയേറ്ററിലെ ഓഫീസിൽ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ റിസർവ് ചെയ്ത് വെച്ച 4-5 പേര് വന്നില്ല. അങ്ങനെ പടം തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആവുന്നത്. ഇടിച്ചാള് എന്നുവെച്ചാൽ ഈ ഒരു തിയേറ്ററിന്റെ ഇതിലോട്ട് നടന്നു കയറുന്ന അവിടെ തന്നെ ജനമാണ്. പടം തുടങ്ങി ആ സമയത്ത് തന്നെ തുടങ്ങി. ഞങ്ങള് തിയേറ്ററിന്റെ അകത്തോട്ട് കയറുമ്പോൾ ബാൽക്കണിയിലാണ്. അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ ഈ കൊളോസിയത്തിലൊക്കെ ഗ്ലാഡിയേറ്റർ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊളോസിയത്തിൽ നമ്മുടെ മാക്സിമസ് ഡെസിമസ് മെറിഡിയസ് എന്ന ജനറൽ വരുമ്പോൾ ഉള്ള ഒരു ആരവം. ആഡം ഗിൽക്രിസ്റ്റ് ക്രിക്കറ്റർ പറഞ്ഞിട്ടുണ്ട്, ഈഡൻ ഗാർഡൻസിൽ ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ സച്ചിനും ഗാംഗുലിയും കൂടെ അങ്ങോട്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ആരവം. ഈ ആരവമാണ് തിയേറ്ററിൽ. ഇതിൽ മമ്മൂട്ടി ഫാൻസ് ഒന്നോ മോഹൻലാൽ ഫാൻസ് ഒന്നോ സുരേഷ് ഗോപി ഫാൻസ് ഒന്നും ഒന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാ സിനിമ ആരാധകരും ഉണ്ട് ഇതിനകത്ത്. എല്ലാവരും ഇത് ആഘോഷിക്കുക. നമ്മളിത് അങ്ങോട്ട് കയറി, മോഹൻലാൽ ഇൻട്രോ ഒക്കെ കഴിഞ്ഞു ഓൾറെഡി. നമ്മളിതങ്ങോട്ട് കയറി തിയേറ്ററിൽ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഈ കീരിക്കാടനെ, അതായത് ഭാസ്കരൻ എന്ന സിനിമയിലെ ക്യാരക്ടർ, നമ്മുടെ സാക്ഷാൽ കീരിക്കാടൻ ജോസിനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ള അടി ഫൈറ്റ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ സൂമാണ്. പുള്ളിയുടെ നെറ്റിയൊക്കെ പൊട്ടി ചോര ഇങ്ങനെ വഴി പുള്ളി ഇങ്ങനെ അണച്ചോണ്ടിങ്ങനെ നിൽക്കുന്ന ഷോട്ടാണ്. അണച്ചോണ്ടിങ്ങനെ നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ പൈപ്പും ഒക്കെ അങ്ങോട്ട് പൊട്ടി. മാർക്കറ്റിലെ വലിയ പൈപ്പാണ്. പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ ചീറ്റി. അത് ബിഗ് സ്ക്രീനിലാണ് ഇത് കാണുന്നത്. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് മോഹൻലാലിന്റെ മുഖം മീശയൊക്കെ അങ്ങോട്ട് പിരിച്ചിട്ട് അവസാനം എങ്ങനെ നിൽക്കുകയാണ്. കൈ അടി എന്ന് പറഞ്ഞ ആരോ. എന്നിട്ട് ഞങ്ങളപ്പോൾ ഇത് നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ എന്റെ മുമ്പേ പോകുന്ന കൂട്ടുകാർ തിരിച്ചു എന്തുവാടാ ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ ഈ ബിസി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ സ്ത്രീകൾ പലപ്പോഴും സ്വന്തം ശരീരം നോക്കാൻ മറന്നു പോകുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ മരുത്വ പഞ്ചജീരകൂടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല. വെറും 3 ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല വിസിബിൾ ചേഞ്ചസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നാച്ചുറൽ പ്രൊഡക്ട്സ് കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന പേടിയും വേണ്ട. നല്ല എനർജി ഉണ്ട്, അതുപോലെ ഇമ്മ്യൂണിറ്റി കൂടി, പിന്നെ നല്ല ഷേപ്പ് കിട്ടി. ശരിക്കും ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ രീതിയിലാണ് ഫോഗാണ് നടക്കുന്നത് പറയാം. പക്ഷെ അതാണ് ഇമ്പാക്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൊളോസിയത്തിലോ ഇതിലോ ഒക്കെ കയറിയേക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണത്. എന്നിട്ട് ഇവന്മാരെല്ലാം കൂടെ ഞങ്ങളിങ്ങനെ നടക്കുന്നതുകൊണ്ട് മറയാവും. അപ്പം അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരു ബെഞ്ചിലാണ് ഇരുന്നത്. സീറ്റ് പോലും ഇല്ല, അവിടെ ഇടയ്ക്കിട്ട് വന്നൊരു ബെഞ്ചിലാണ് ഇരുന്നത്. അതാണ് നരസിംഹം. അതാണ് ഈ ഇമ്പാക്ട്, അല്ല ഈ പഞ്ച്, യാതൊരു വിധ ബയാസ്ഡ് ഫീലിംഗും ഇല്ലാതെ റീക്രിയേറ്റ് ചെയ്യാൻ ഈ റിലീസുകൾക്ക് കഴിയുമോ? ഒരു സുപ്രസിദ്ധ പ്രൊഡ്യൂസറിന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഈ പഴയ സിനിമകൾ റീമേക്ക് ചെയ്ത് കുറച്ച് സക്സസ്ഫുൾ ആയിട്ട് പിന്നീട് 1-2 പരാജയപ്പെട്ടു പോയി. അതോടെ അദ്ദേഹം ആ ഒരു ഉദ്യമം സ്റ്റോപ്പ് ചെയ്തെന്നാ തോന്നുന്നു. അന്നൊക്കെ മനസ്സിൽ തോന്നിയൊരു സംശയമുണ്ട്, ഈ പഴയ സ്ക്രിപ്റ്റുകൾ അതുപോലെ എടുത്തു വെച്ചിട്ട് എന്താ കാര്യം? അല്ല അതേപോലെ കാണിക്കുന്നതിൽ എന്താ കാര്യം? ഇപ്പൊ ടെക്നോളജി ഫോറക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ട് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ? അതിനനുസരിച്ച് തിയേറ്റേഴ്സ് അപ്ഗ്രേഡഡ് ആയിട്ടുണ്ടോ? അതുമല്ല, ഇപ്പോൾ ഇതിന് ഈ അല്ലെങ്കിൽ റീമേക്കിങ്ങിന് ഒരു നല്ല എക്സാമ്പിൾ പറയും. ഇപ്പോൾ ദേവ്ഡി എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സിനിമ, ദേവദാസിന്റെ പല വെർഷൻസ് വന്നിട്ടുണ്ട്. സഞ്ജയ് ലീല ബൻസാലിയുടെ, ഷാറൂഖ് ഖാൻ, ഐശ്വര്യ റായ് വന്നിട്ടുള്ളതെന്നു ആദ്യത്തെ വേർഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ 3ാമത്തെ വേർഷൻ ബോബി ഡിയോളിന്റെ ഒക്കെ അനന്തരവനാണെന്ന്, അബേ ഡിയോൾ എന്ന് പറഞ്ഞ ആളെ അഭിനയിച്ച ദേവ്ഡി. അതായത് അതേ കഥ, ഈ എന്താണ്, പിന്നെ ദേവദാസും ചന്ദ്രമുഖിയും പിന്നെ പാറുവും കൂടെയുള്ള അതേ കോമ്പിനേഷൻ പുതിയ ജനറേഷനിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ സിനിമയാണ് ദേവ്ഡി എന്ന് പറയുന്നത്. അത്തരത്തിലൊന്നും ചിന്തിക്കാത്ത
അതേപോലെ എടുത്തിട്ട് ആ 70കളിൽ നടന്നു തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന പോലെ തന്നെ റീ റിലീസുകൾ. ഇതിപ്പോൾ ടി വിയിൽ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു, പലതവണ കണ്ടു കഴിഞ്ഞു, യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞു, റീൽസിലും അല്ലെ ട്രോൾസിലും ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഇതിന്റെ മുകളിൽ നിൽക്കാൻ ഇതിലേതെങ്കിലും ഇപ്പൊ ആരാണ് ഈ ഇടിച്ചു കയറി കാണുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ജനറേഷൻ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ടിക്കറ്റിന് വളരെ കുറവ് റേറ്റായിരുന്നു, വളരെ വളരെ ചെറിയ പൈസയായിരുന്നു. ഇപ്പം ഗ്രേറ്റ് റൈറ്റർ ശ്രീനിവാസ സർ, അദ്ദേഹം വളരെ തുച്ഛമായ ഒരു റെമ്യൂണറേഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എന്ത് കോംപ്രമൈസും തയ്യാറായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സിനിമകളുടെയൊക്കെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കോടികൾ ആണ് ഓരോ സ്ക്രിപ്റ്റിനും അദ്ദേഹം ഡിസേർവ് ചെയ്തിരുന്നത്. അപ്പൊ അന്നൊക്കെ ടിക്കറ്റിന്റെ പ്രൈസ് ഒക്കെ 8 രൂപ 10 രൂപ ആയിരിക്കും. നരസിംഹ കാണാൻ കയറുമ്പോൾ 14 രൂപ 15 രൂപ കണ്ടാണ്. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഇവരെ പോലെ അന്ന് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച, അന്ന് അത്രയും റെമ്യൂണറേഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ്. കാരണം അത് അവർക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു സമ്മാനമായിരിക്കും. നരസിംഹത്തിനൊന്നും അല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടെയൊക്കെയുള്ള മറ്റുള്ള സിനിമകളിലോട്ട്. അപ്പോൾ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. റീ റിലീസുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഗൂസ് ബംസ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് എക്സ്ട്രാ ചെയ്യാൻ കഴിയും എന്നുള്ളത് തീരുമാനം എടുക്കുന്നവർ ചിന്തിക്കേണ്ടതുണ്ട്, അല്ലെ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മറ്റു പല സിനിമകളും ഇറങ്ങിയിട്ട് പോയതുപോലെ വെറുതെ ഒരു പ്രഹസനം മാത്രമാവും റീ റിലീസുകൾ. താങ്ക് യു.